കലാപ്രേമികളുടെ മനസ്സിൽ, പ്രത്യേകിച്ചും കഥാപ്രസംഗം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകളിൽ ഒന്നാണ് ശ്രീ കൊല്ലം ബാബുവിൻ്റേത്. അദ്ദേഹമാണ് നമ്മുടെ അടുത്ത അതിഥി. കൂടുതൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ആ കലാകാരനെ, ശ്രീ കൊല്ലം ബാബുവിനെ ഞാനിതാ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഞങ്ങൾ കൊല്ലം ബാബു എന്ന് പറയുന്ന കഥാപ്രസംഗനെ നല്ല സുമുഖനായിട്ടാണ് സ്റ്റേജിലൊക്കെ കണ്ടിട്ടുള്ളത്. ഞാനൊക്കെ ചെറുപ്പത്തിലെ കഥ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. നല്ല മുടിയും അല്ലേ, നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല ഹൈറ്റുള്ള കൊല്ലം ബാബു. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി, ഇങ്ങനെ നരച്ച താടിയൊക്കെ ആയിട്ട്. നല്ല സുമുഖനായിരുന്നു ഞാൻ. സുമുഖനാണ് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു 87 കാലഘട്ടമായപ്പോൾ അപ്രതീക്ഷിതമായി വന്ന ചില അസുഖങ്ങൾ. അങ്ങനെ ഒരു 7 മാസം കിടന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാറ്റം. ഞാനിങ്ങനൊരു മാറ്റം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, അന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ നടക്കും എന്നൊന്നും ഉദ്ദേശമില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് കഥാപ്രസംഗം നിർത്തി വെക്കേണ്ടി വന്നത്. നാടകം ഇപ്പോഴും ഇല്ലേ? നാടക ട്രൂപ്പില്ലേ? നാടക ട്രൂപ്പുണ്ട് യവന. അത് ഞാൻ തുടങ്ങിയിട്ട് 24 വർഷമായി. ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നു. അതെ. ബാബുട്ടൻ അഭിനയിക്കുന്നുണ്ട്? ഇല്ല, ഞാൻ അഭിനയിക്കുന്നില്ല. കാരണം നാടക സംഘാടകനെന്നും നാടക അഭിനേതാവ് എന്നുള്ള നിലയിലൊക്കെ എനിക്ക് അതിനേക്കാളൊക്കെ ഏറെ അഭിമാനം ഞാനൊരു കഥാപ്രസംഗനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സിദ്ദിഖ് പറഞ്ഞ പോലെ ഞാൻ വളരെ സുഖനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു പ്രായം കഴിയുമ്പോൾ കഥാപ്രസംഗൻ എന്ന പേരിൽ രംഗത്ത് കയറി നിന്നിട്ട് ശൃംഗരിച്ചൊക്കെ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് യുവതലമുറയ്ക്ക് അരോചകമായി തോന്നിയാൽ കഷ്ടമാണ്. കന്നും കുട്ടി കൂത്താടിയാൽ കാണാൻ കൊള്ളാം, കന്ന് കൂത്താടിയാൽ കാണാൻ കൊള്ളില്ല എന്ന് പറയുന്ന പോലുള്ള കേസാണ്. അപ്പം ഞാനൊരു 27, 28, 30, 40 വയസ്സൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് ശൃംഗരിക്കുക, എൻ്റെ രൂപമൊക്കെ നന്നായിരുന്നു. ഒന്ന് ശൃംഗരിച്ചാലൊക്കെ കാണാൻ കൊള്ളാം. ഇപ്പം ഞാൻ ഈ പല്ലുമൊക്കെ കൊടിഞ്ഞ് ഈ താടിയൊക്കെ നരച്ച് ശൃംഗരിച്ചാൽ സത്യത്തിൽ യുവതലമുറ സഹിക്കില്ല. അപ്പോൾ അവർ ധരിക്കും, ഇയാൾ ഇതായിരിക്കും കഥാപ്രസംഗം എന്ന് ധരിച്ച് അവർ കഥാപ്രസംഗത്തിൽ നിന്ന് അകലാതിരിക്കാൻ സത്യത്തിൽ എൻ്റെ മാറി നിൽക്കും. ഇപ്പം ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വാശിയിലാണ് ഞാൻ കഥാപ്രസംഗ രംഗത്ത് വരുന്നത്. കാതികനാകുന്ന വാശിയിലാണ്. ശരി. ഞാനൊരു കലാകുടുംബത്തിൽപ്പെട്ട ആളാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഗാനഭൂഷൺ ഗോപിനാഥൻ, അദ്ദേഹം സംഗീതജ്ഞനാണ്. അപ്പം ഞാൻ SSLC ഒക്കെ പഠിച്ച് ജയിച്ച് കോളേജിൽ പോകാൻ നിവൃത്തിയില്ലാത്ത പരിസ്ഥിതിയിൽ നിന്ന കാലം. അന്ന് ചേട്ടൻ ഗോപിനാഥൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മ്യൂസിക് കോളേജിൽ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പഠന ചെലവ് എൻ്റെ പഠന ചെലവും കൂടെ വഹിക്കാൻ വീട്ടിൽ നിവൃത്തിയില്ലാത്ത സമയം. അപ്പോൾ എൻ്റെ അത് അയലത്തെ ഒരു ആൾ കഥാപ്രസംഗം പഠിക്കുന്നു. ഒരു ഗുരു എഴുതി പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ റിഹേഴ്സൽ കേൾക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ ഒരുപാട് അക്ഷരത്തെറ്റുകൾ. ശരി. 3ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ വിദ്യാഭ്യാസം കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ഒരു ബന്ധവും കൂടാണ്. അപ്പം ഞാനിരുന്ന് പറഞ്ഞു, അണ്ണ ആ പറയുന്ന അക്ഷരങ്ങൾ തെറ്റാണ്, ആ വാക്കുകൾ തെറ്റാണ്. ഇദ്ദേഹം എഴുന്നേറ്റ് വന്ന് എൻ്റെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിനക്ക് കഥാപ്രസംഗത്തെ പറ്റി എന്തറിയാൻ പോടാണ്. അങ്ങനെ ഞാൻ വളരെ വിഷണ്ണനായിട്ട് വീട്ടിൽ വന്ന് നിന്നപ്പോൾ ബ്രദർ അണ്ണൻ എന്നോട് ചോദിച്ചു, എന്താ നീ കഥാപ്രസംഗം കേൾക്കുമ്പോൾ? അതിങ്ങനെയാണ് സംഭവം. അപ്പോൾ എനിക്കൊരു കഥ പഠിക്കണം, ഒരു വാശി. അങ്ങനെയാണ് ഞാൻ കഥാപ്രസംഗനാകുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് കഥാപ്രസംഗ രംഗത്തൊരു നോവൽ കഥാപ്രസംഗമാക്കിക്കൊണ്ടാണ് ഞാൻ കഥാരംഗത്ത് വരുന്നത്. ശ്രീ ശേരിയുടെ നീലസാരി എന്ന് പറയുന്ന നോവൽ. അത് പിൽക്കാലത്ത് സിനിമയായി. ഞാനിവിടെ ഇവരോട് ആരോടും ചോദിക്കാതെ അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം ഞാനിങ്ങനെ ബാബുട്ടൻ വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചതാണ്. എങ്ങനെയാണ് ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ച് തുടങ്ങുന്നത്? ഒരു കഥാപ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊന്ന് പാട്ടുപാടി അവതരിപ്പിച്ച് കാണിക്കണമെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ ഞങ്ങൾ സാറിന് എഴുന്നേറ്റ് നിന്ന് 2 വശത്തും മേശയും കസേരകളും ഒക്കെ ഇട്ട് പിന്നണിക്കാരൊക്കെ ഇരുത്തി അതിൻ്റെ നടുക്ക് വയ്ക്കിങ്ങനൊക്കെ വെച്ചാണല്ലോ ഞങ്ങൾ തുടങ്ങുക. അപ്പോൾ ഇരുന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഇറിറ്റേഷൻ, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സംപൂജരായ ഗുരുജനങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കഥാപ്രസംഗം ആരംഭിക്കുന്നു. ഈ ക്ഷേത്രാങ്കണത്തിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്. ഇതൊരു 1-ലധികം പ്രാവശ്യം ഈ ക്ഷേത്രാങ്കണത്തിൽ വരുവാനും നിങ്ങളെയൊക്കെ മുഖത്തോട് മുഖം കാണുവാനും പരിചയപ്പെടുവാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അനവധി പ്രാവശ്യം ഞങ്ങൾ കഥാപ്രസംഗത്തിലെത്തിയിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഞങ്ങളോടൊത്ത് സഹകരിച്ച ആളുകളാണ് ഇപ്പോൾ മുമ്പിൽ ഇരിക്കുന്നതെന്നറിയാം.
ഒരിക്കൽ കൂടി നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ, ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കഥ തുടങ്ങുകയാണ്. ഞാനിന്ന് അവതരിപ്പിക്കുന്ന കഥ ശ്രീ കല്ലട വാസുദേവൻ്റെ കാക്കവിളക്ക്. അപ്പോൾ ഈ കോട് വീടുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങാം. ഇനിയിപ്പോൾ അങ്ങോട്ട് നിന്ന് പറയുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഈ കഥാപ്രസംഗം പറയുമ്പോൾ നായികമാരെയൊക്കെ വർണ്ണിക്കും. അതിലൂടെയൊക്കെയാണ് പിന്നെ ഫലിതവും പറയുക. ഇപ്പോൾ ഉടലൊതുങ്ങിയോൾ മധ്യം ചുരുങ്ങിയോൾ ചൊടികൾ തൊണ്ടിപ്പഴമ്പോൾ വിളങ്ങുമ്പോൾ ചെറിയ വെള്ളരിപ്പല്ലും ഭയന്ന മാൺമിടികളും താണമൊക്കെട് പോലും എന്നൊക്കെ നമ്മൾ വർണ്ണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ കഥാനായിക ഉടലൊതുങ്ങിയോൾ അല്ല ഒതുങ്ങിയ ഉടലാണ്, അല്ലാതെ ഈ ചക്കക്കുറ്റി പോലെ ഇരിക്കുകയല്ല. ഇങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഫലിതം പറയുക. ഇങ്ങനെയൊക്കെ ഓടിയത് പോവും. പിന്നെ സ്വാഭാവികമായിട്ട് ഈ രാമായണത്തിലാണെന്ന് തോന്നുന്നു സീതയെ കല്യത കോലുന്ന കല്യാണശീലമാണോ അങ്ങനെ ഞങ്ങൾ വർണ്ണിക്കാറുണ്ട്. പെണ്ണുങ്ങളെ കല്യത കോലുന്ന കല്യാണശീലവും പല്ലവം പോലെ പതുത്തോരുമേനയും മല്ലമിഴീണത്തെല്ലിൻ വിലാസവും മല്ലീശ്വരക്ഷമാപാലാധിവാസവും ചന്ദ്രിക പോലെ ലസൽ മൃദുഹാസവും ചന്ദ്രബിംബാഭിരാമനാം ഭോജവും പങ്കജഗോരകം പമ്പരം പന്തുജം കുങ്കുമാലങ്കൃത കുംഭികുംഭദ്വയം ശുംഭൽ സുവർണോരു കുംഭമന്നിത്തരം കുമ്പിടും കൊങ്കയും ലോമാളി ഭംഗി അങ്ങനെ വർണ്ണിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വർണ്ണിച്ചിട്ടില്ല. എൻ്റെ കാക്കവിളക്കിലെ നായിക ഞാൻ 2 വരി കൊണ്ടാണ് വർണ്ണിച്ചത്. ഈ കവികൾ അംഗപ്രത്യംഗം വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നായികയെ വെറും 2 വരി കൊണ്ട് മാത്രം വർണ്ണിച്ച് തീർത്തുകയാണ്. അത് പറയും: അശ്വതിയെന്നും അണഞ്ഞു പൂവമ്പൻ്റെ വിശ്വൈകചൈത്ര പതാക പോലെ. കാമദേവന്റെ വിശ്വൈകചൈത്ര പതാക പോലെ എന്നൊരു പെണ്ണിനെ വർണ്ണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ഒരു പെണ്ണിനെ വർണ്ണിക്കാനില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.